ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ആതിര, ഡെന്റൽ സർജനാണ്. റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് തുടങ്ങിയതും വേദനയും ബുദ്ധിമുട്ടും മാറി. ഇനിയിപ്പോൾ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതി ട്രീറ്റ്മെന്റ് പകുതിക്ക് വെച്ച് നിർത്തിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമ്മുടെ കേട് രക്തക്കുഴൽ വരെ എത്തുന്ന സമയത്താണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യാറുള്ളത്. റൂട്ട് കനാൽ 2 തവണയായിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഒറ്റ തവണയായിട്ടും ചെയ്യാവുന്നതാണ്. ചില കൂട്ടുകാർ ആദ്യത്തെ സിറ്റിംഗ് കഴിഞ്ഞ് പിന്നെ ആ വഴിക്ക് പോകാറില്ല. എന്നാൽ വേറെ ചിലരാകട്ടെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് താൽക്കാലിക അടവ് വെച്ച സമയത്തായിരിക്കും ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാതെ പോകും. നിങ്ങൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷം ഉറപ്പുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ട് അടയ്ക്കുകയെങ്കിലും ചെയ്യേണ്ടതുണ്ട്. പിന്നീട് ഒരു ക്യാപ്പും വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതുപോലെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ വീണ്ടും ഇത് കൂടെ ലീക്കേജ് ഉണ്ടായി അടിയിലേക്ക് ഇൻഫെക്ഷൻ വരികയും വേദനയും ബുദ്ധിമുട്ടും ഉണ്ടാവുന്നതാണ്. അല്ലെങ്കിൽ ആ പല്ല് പൊട്ടി നശിച്ചു പോകാനും സാധ്യതയുണ്ട്. ഇതുപോലെ രണ്ടാമതും ഇൻഫെക്ഷനായി നിങ്ങളുടെ പല്ലുകൾ അധികം ഒന്നും പൊട്ടിപ്പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്, അതായത് വീണ്ടും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ ആദ്യം ചെയ്യുമ്പോഴുണ്ടാവുന്ന സക്സസ് റേറ്റിനേക്കാളും അതൊരിത്തിരി കുറവാവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടുകാരും ആദ്യത്തെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് തന്നെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് ക്യാപ്പെല്ലാം ഇട്ട് സെറ്റാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.